ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2026 ആഗസ്റ്റ് മാസ ഫലമാണ്. ആഗസ്റ്റ് മാസത്തിൽ മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി, ഉത്തിട്ടാതി, രേവതി നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത്. ഈ നക്ഷത്രക്കാര്, അതായത് മീനം രാശിക്കാർക്ക് ഇപ്പോൾ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു. ജന്മശനി അത് വളരെ അധികം കഷ്ടതകളും നഷ്ടങ്ങളുമൊക്കെ ആണല്ലോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് കടബാധ്യതകൾ കൊണ്ടും രോഗാദി ദുരിതങ്ങൾ കൊണ്ടും ശത്രുദോഷങ്ങൾ കൊണ്ടും തൊഴിലില്ലാതെ വിഷമിക്കുന്നവരും, ഗൃഹം നഷ്ടപ്പെട്ടവരെ, കടം വർദ്ധിച്ചു വരുന്നു. അങ്ങനെ നിരവധി ആണ് പ്രശ്നങ്ങൾ. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ. അങ്ങനെ കഠിനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഒരു പരിധി വരെയൊക്കെ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് ഈ ആഗസ്റ്റ് മാസം. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന രാശ്യാധിപനും തൊഴിൽ സ്ഥാനാധിപനുമായിരിക്കുന്ന വ്യാഴം ഉച്ചം ചെയ്ത് നിൽക്കുമ്പോൾ തൊഴിൽപരമായ മേന്മകൾ വന്നു ചേരും. അതായത് ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, ഏറ്റവും മനസ്സ് നെഗറ്റീവായി പോകുന്ന ഒരു സമയമാണ്. ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കടം വർദ്ധിച്ചു വരുമ്പോൾ ഇനി രക്ഷയില്ല എന്ന് തോന്നുക, അത് സ്വാഭാവികമാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ കഷ്ടതകളിൽ നിന്നെല്ലാം കരകയറി നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള ദൈവാധീനമുണ്ട്. അവസരങ്ങൾ ഇനിയും വന്നു ചേരും. കടം വീട്ടുന്നതിനും പുതിയ ജോലികൾ ലഭിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ജോലി ലഭിക്കുന്നതിന് സ്ഥാനമാനങ്ങൾ വന്നു ചേരുക, അങ്ങനെയൊക്കെ വന്നു ചേരുവാൻ ശനിദേവനും ഒരു പരിധി വരെയൊക്കെ അനുഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹവും ശനി വക്രത്തിൽ നിൽക്കുന്നതിനാലും മറ്റ് ധനസ്ഥാനാധിപന്റെ ഇഷ്ടഭാവത്തിലേക്കുള്ള സ്ഥിതിയും ഒക്കെ ദൃഷ്ടിയുമൊക്കെ നോക്കുമ്പോൾ ശുക്രന്റെ സ്ഥിതിയുമൊക്കെ അനുകൂലമായി വരുന്ന ഈ കാലം വളരെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. അതായത് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. ഏതെങ്കിലും തരത്തിൽ കൊച്ചുകുട്ടികൾക്കോ പ്രായമായവർക്കോ ഒക്കെ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മെച്ചപ്പെടുക. അതുപോലെ തന്നെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കുക. മറ്റ് കാര്യങ്ങൾക്കൊന്നിനും ഒരു തടസ്സമില്ലാതെ സമൃദ്ധമായ കുടുംബജീവിതം. സഹോദര സ്ഥാനീയരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുക. അതുപോലെ ഗൃഹസംബന്ധമായിട്ടും പൊതുവെ നല്ല ഒരു സമയം. ഭൂമി വന്നു ചേരുന്നതിനോ കടങ്ങളൊക്കെ ഇതുവരെ കടങ്ങളില്ലാത്തവരാണ്, ചെറിയ കടങ്ങളൊക്കെ വരുത്തി ഒരു ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ശുക്രൻ 7ാമിടത്തേക്ക് വരുന്നു. അത് ഏറ്റവും ഉത്തമമായ സമയമാണ്. അത് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകി ദാമ്പത്യ ജീവിതത്തിലേക്ക് ഉള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനും പ്രാവർത്തികമാക്കുവാനും വാക്കാകുവാനും ഒക്കെ യോഗമുള്ള നല്ല സമയമാണ് വരുന്നത്. അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് ഒക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ, അതായത് മീനൻ രാശിക്ക് ഭാഗ്യാധിപനാണ് ചൊവ്വാഗ്രഹം. ചൊവ്വാഗ്രഹം ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും തേജസ്സിൻ്റെയും ഭാവത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ക്രിയാത്മകമായിട്ട് പ്രവർത്തിച്ച് വിജയിക്കുവാൻ ഉള്ള ആ ഉത്തേജനം തരുന്ന ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തോട് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സ്വയാർജിതമായിട്ട് ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്നു. അത് വിദേശത്തായിരിക്കുന്നവർക്കും അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സാകുന്നതിനും ഒക്കെ നല്ല അനുഗ്രഹമുള്ള ഒരു സമയമാണ്. അവസരങ്ങൾ വിനിയോഗിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവീക്ഷേത്ര സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഭാഗ്യങ്ങളും ദൈവാധീനങ്ങളൊക്കെ വർദ്ധിക്കുന്നതിനും അഭിവൃദ്ധിക്കും ഏറ്റവും ഉത്തമമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഫോൺ വിളിച്ച് ചോദിക്കാം. നേരിട്ട് നമുക്ക് സംസാരിക്കാം. നേരിട്ട് വരുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കാം.